സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണ്, അതായത് നമ്മുടെ BSF, CRPF, ITBP, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് പുതിയൊരു അപേക്ഷ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് പുതുതായി വിളിക്കാൻ പോകുന്ന ഒരു ഷോർട്ട് നോട്ടീസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നോഡൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്, അതായത് ITBP ആണ് നമുക്ക് നോഡൽ ഫോഴ്സായിട്ട് ഉണ്ടാവുക. മെഡിക്കൽ ഓഫീസർ റാങ്കിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത്. ഒരു പോസ്റ്റും ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. നോഡൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നടത്താൻ, അല്ലെങ്കിൽ ഈ റാലി കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെലക്ഷൻ നടത്താൻ വേണ്ടി ഒരു ഏജൻസി ഹയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പോൾ വരാൻ പോകുന്ന പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കും ഏതിലേക്ക് വിളിക്കാൻ പോകുന്നതെന്ന് കാണുന്നുണ്ട്. BSF ഉണ്ട്, CRPF ഉണ്ട്, ITBP ഉണ്ട്, SSB ഉണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്. ഈ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഇൻ കമാൻഡ് റാങ്കിലേക്കാണ് ഇത് വിളിക്കുന്നത്. ഏകദേശം 2,09,200 രൂപ വരെ ശമ്പളം ലഭിക്കും. അതുപോലെ തന്നെ അതേ പോസ്റ്റ് ഇവിടെ നമുക്ക് ഡെപ്യൂട്ടി കമാൻഡന്റിലേക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേ സാലറി ഏകദേശം അത് തന്നെയാണ്. 2,08,700 രൂപ വരെയൊക്കെ അവിടെ ശമ്പളം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ് ആ പോസ്റ്റ്. 1,77,500 വരെ പരമാവധി ശമ്പളം ലഭിക്കും. 282 ഒഴിവുകളാണുള്ളത്. ഇതെല്ലാ പോസ്റ്റുകളിലെ, അതായത് ഇപ്പം പറഞ്ഞ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആയിട്ടുള്ള BSF, അതുപോലെ CRPF, ITBP, SSB, പിന്നെ ആസാം റൈഫിൾസ്, ഇതിലേക്കെല്ലാം കൂടിയിട്ടാണ് വിളിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിന് മെഡിക്കൽ ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ടും വേണ്ടി വരും. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10/8/2026 മുതൽ ഏകദേശം നമുക്ക് 8/9/2026 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷ തുടങ്ങിയിട്ടില്ല, ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. 400 രൂപ 400 റുപ്പീസ് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ, അതുപോലെ തന്നെ OBC, പിന്നെ EWS വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളായിരിക്കും ഫീസ് അടക്കേണ്ടത്. ഫീമെയിൽസിന് ഫീസ് ഇല്ല. അതുപോലെ തന്നെ SC ഉദ്യോഗാർത്ഥികൾക്ക്, ST ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഫീസ് ഉണ്ടാവില്ല. എന്തായാലും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല, ഉടനടി വിളിക്കാൻ പോകുന്ന അപേക്ഷയാണ്. അപേക്ഷ തുടങ്ങുമ്പം അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ITBP ഇതിന് മുമ്പ് വിളിച്ച കുറേ അധികം നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഒന്നും യാതൊരു അപ്ഡേറ്റും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് സമയം ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും ആ ഒരു എക്സ്പെക്ടേഷനിൽ തന്നെ നിൽക്കാം. മറ്റെന്തെങ്കിലും പോസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ITBPനെ ഫോക്കസ് ചെയ്തിരിക്കേണ്ടതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടേതായിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം. മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ എന്തായാലും MBBS പോലുള്ള യോഗ്യതകൾ ഇതിനെന്തായാലും ആവശ്യമായിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു പോസ്റ്റാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അപേക്ഷ തുടങ്ങുമ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.